പൊതുവെ കണ്ട കമന്റുകളാണ് പറഞ്ഞത്. എനിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു അർഹതയില്ല. ഐഷയ്ക്ക് ആരുടെ കൂടെയും ജീവിക്കാം, അതാണ് സംഭവം പറയുന്നത്. പക്ഷെ ഒരു മതപരമായ ഒരു ആചാരപ്രകാരം പോലും അല്ലാതെ ഒരു വിവാഹത്തിന് ഐഷയുടെ കുടുംബക്കാർ അല്ലെ, ലക്ഷദ്വീപ് എന്ന് പറയുന്ന മുസ്ലിം ഏരിയ ആണ്, അവിടെയുള്ളവർ അത് എത്രമാത്രം സഹിക്കും, പൊറുക്കുമെന്ന് ഐഷ വിചാരിക്കും. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെയാണ് ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. ഇതിന് ഒറ്റ ആൻസർ എന്തെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു മാമ ഉണ്ട്, എൻ്റെ ഉമ്മയുടെ ബ്രദറാണ്. ആള് അഗത്തി ഐലൻഡിൽ ഡെപ്യൂട്ടി കളക്ടർ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മളെ കുടുംബത്തിലും ഉണ്ട് ആളുകൾ, നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വാപ്പ ഒരു ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. സർവീസിലിരിക്കുമ്പോൾ തന്നെയാണ് ആൾ മരിച്ചത്, വെറ്റിനറി. എൻ്റെ ഇളയാപ്പ എന്ന് പറയുന്നത് നേവിയിലായിരുന്നു, ആളും ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ. എൻ്റെ മൂത്താപ്പ എന്ന് പറയുന്നത് പോലീസുകാരൻ. ഓക്കെ, അപ്പം ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫുകളാണ് എന്ന് കരുതി ഗവൺമെൻറ് ഇപ്പോൾ ഭരിക്കുന്ന BJPയുടെ അടിമകളെന്നല്ല പറയണത്. ഓക്കെ, അപ്പം പറയണ്ടേ നമ്മൾ അന്നും പിന്നെ മോദി ഫാനാണെന്നൊക്കെ പറയണ്ടേ? എൻ്റെ വാപ്പ മരിക്കുമ്പോഴേക്ക് 2014 BJP ഭരണത്തിൽ വരുന്നത്. എൻ്റെ വാപ്പ മരിക്കുന്നത് 2015. എൻ്റെ വാപ്പ ഒരു മോദി ഫാനാണോ? ഒരിക്കലും അല്ല. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഞാൻ കല്യാണം കഴിച്ചു എന്നത് കാരണം അതൊരു BJP കാരനാണെന്ന് വരുത്തുന്ന ആ ചാനൽ ചെയ്യുന്നതാണ് തെറ്റ്.